എനിക്ക് പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് CPM-ലേക്ക് പോകത്തെന്ന്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, എനിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അല്ല ആവശ്യം, എനിക്കൊരു മോചനമാണ് ആവശ്യം. ആ ജീവപര്യന്തം ഞാൻ മോചനം നേടി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നും ഉണ്ടാവും, കുട്ടിക്കലാശത്തിനുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ, കോൺഗ്രസിന്റെ സ്ഥാനത്ത് UDF സ്ഥാനത്ത് വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാവും. എന്താ പാലക്കാട് ഒരു സാഹചര്യം? പാലക്കാട് ഉറപ്പായി ഞങ്ങൾ ജയിക്കും, അതിന് സംശയം. എനിക്ക് തുടക്കം മുതൽക്കേ സംശയമില്ല. ഞാൻ തുടക്കം മുതൽക്ക് തന്നെ ഷൊർണൂർ പാലക്കാടിന്റെ കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമാണ്. ജയിച്ചിരിക്കും. സന്ദീപിനെ എല്ലാ തരത്തിലും ഉൾക്കൊള്ളുവാണ്. തീർച്ചയായിട്ടും. എന്തായാലും സന്ദീപ് വാര്യരെ ഈ കെ മുരളീധരനും ഒരു വേദി പങ്കിട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണപുരത്ത് വെച്ചാണ് അവർ ഒരു വേദി പങ്കിട്ടത്. വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു പരിപാടി കൂടിയാണ് ഇത്. സാജിദ്, അതായത് പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം എന്നുള്ളൊരു പാട്ടൊക്കെ ഈ സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം മുരളീധരൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയേക്ക് നേരെ നടത്തിയ പ്രയോഗങ്ങളൊക്കെ വീണ്ടും അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. വയനാട്ടിലേക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പ്രായച്ചിത്തമായേനെ എന്ന് പറഞ്ഞു. തീർച്ചയായും അതൊരു ഒളിയമ്പായിരുന്നു. അതിൽ ചില അതൃപ്തികൾ പ്രകടമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറി ഓക്കെയാണോ മുരളീധരൻ? എല്ലാം ഓക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് എല്ലാ തരത്തിലും ഈ സന്ദീപിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒരു പൂർണ്ണ കോൺഗ്രസ്സുകാരനായി ഈ സന്ദീപ് വാര്യർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, സന്ദീപ് വാര്യർ വന്നതിന് ഈ ചെറിയ രീതിയിലെങ്കിലും കോൺഗ്രസിൽ വിമർശിച്ചത് ഈ കെ മുരളീധരൻ മാത്രമായിരുന്നു. അതും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ആ ഒരു പ്രശ്നങ്ങളും അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഈ പ്രധാനപ്പെട്ടത്.